നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഓരോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നേരായ മാർഗത്തിലായിരിക്കണം. കാരണം തെറ്റായ ഒരു മാർഗം ഉണ്ടായി ആ ഒരു ജീവിതം നയിക്കണമെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതായത് അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കും. ഞാൻ അത്തരക്കാരൻ, അതായത് ഒരു കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കർമ്മം സ്ട്രെയിറ്റായിട്ട് പോയില്ലെങ്കിൽ അതിനൊരു തിരിച്ചടി ഏത് വിധേന ഉണ്ടായേ പറ്റൂ. അതൊരു ഈശ്വര നിശ്ചയമാണ്, ഉണ്ടായിരിക്കും. അതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് പേയാടിനടുത്തൊരു വീട്ടിലൊരു കൊലപാതകം നടന്നു. ഒരു പെൺകുട്ടി, ആ കുട്ടി നേരത്തെ 2 വർഷത്തിന് മുമ്പേ വേറെ കല്യാണം കഴിഞ്ഞു. അതിൽ 2 കുട്ടികളുമായിട്ട് ജീവിക്കുന്നൊരു കുടുംബത്തിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു. വേറൊരാളുമായിട്ട് പ്രണയത്തിലായി. അയാളുടെ ഈ കുട്ടിയെയും എല്ലാം ഉപേക്ഷിച്ചിട്ട്, 2 കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അയാളോ തികഞ്ഞ മദ്യപാനിയും ഒത്തിരി കേസുകളും ഒക്കെ ഉള്ള ഒരാളാണ്. എന്ത് കണ്ടിട്ടാണ് ആ കുട്ടി അയാളുടെ കൂടെ പോയതെന്നും അറിയില്ല. ചിലപ്പോൾ ഈ പ്രണയത്തിന് കണ്ണും കാതൊന്നും ഇല്ലെന്ന് പറയുമല്ലോ, അതുകൊണ്ടായിരിക്കാം. എങ്കിലും ഒന്ന് ആലോചിക്കണം, വേറൊരാളിൻ്റെ കുട്ടികൾ, അതായത് ഈ സ്ത്രീക്ക് അവരുടെ ഭർത്താവിൽ നിന്നായി ഉണ്ടായ 2 കുട്ടികളെ ഉപേക്ഷിച്ചിട്ടാണ് പെട്ടെന്ന് കണ്ട ഒരുത്തനുമായിട്ട് ഇറങ്ങി പോകുന്നത്. ആ കുട്ടികളെയും എല്ലാം വഞ്ചിച്ചിട്ടല്ലേ ഈ സ്ത്രീ പോയത്. അവർ ജീവിക്കാൻ തുടങ്ങി. എന്നും പ്രശ്നങ്ങളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വഴക്കും വക്കാടും ഒക്കെ ആയിട്ട് എന്നും പ്രശ്നങ്ങളാണെന്ന്. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് ഇയാൾ മദ്യപിച്ചിട്ട് വന്ന് ഈ കുട്ടിയായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഈ കുട്ടിയെ ശരിക്ക് പെരുമാറി, കായികമായിട്ട് ആ കുട്ടിയെ ശരിക്കും ഉപദ്രവിച്ചു, ശരിക്ക് തല്ലി എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി ഇയാളുടെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവിടെ കിടക്കുകയാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞു. ഇയാളുടെ കൂട്ടുകാരെന്നിട്ട് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് വീട്ടിൽ നോക്കിയപ്പോൾ വളരെ അത്യാസന്ന നിലയിൽ ആ സ്ത്രീ കിടക്കുന്നു. വലിയ പ്രായമൊന്നുമില്ല. പോലീസ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ആ യുവതി മരിച്ചു. നമുക്ക് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം, കർമ്മഫലം വന്നേ തീരൂ. മാന്യമായിട്ട് കഴിഞ്ഞിരുന്നതല്ലേ, എന്ത് കണ്ടിട്ടാണ് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയത്? സ്വന്തം കുടുംബത്തെ വഞ്ചിച്ചുകൊണ്ട് എന്ത് നേടി? എന്നിട്ട് ആ സ്ത്രീ എന്ത് നേടി? ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. അമ്മ കളഞ്ഞിട്ട് പോയി എങ്കിൽ അവർ മരിച്ചു. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഇയാൾ സ്ഥിരം മദ്യപാനിയും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാണ്. ഈ സ്ത്രീക്ക് അതൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ലേ? ഇപ്പോൾ അയൽക്കാർ പറയുന്നുണ്ട് എന്നും അവിടെ അടിയും പിടിയും ബഹളമാണെന്നൊക്കെ. എന്നിട്ട് ഇപ്പോഴോ ആ സ്ത്രീയെ, ആ യുവതിയെ ശാരീരികമായി മർദ്ദിച്ച്, അത് നമ്മൾ ഫോട്ടോ കാണുമ്പോൾ അറിയാം, ഒരു വലിയ ആരോഗ്യമൊന്നുമില്ലാതെ മെലിഞ്ഞിട്ടൊരു സ്ത്രീയാണ്. അയാൾ നല്ല ആരോഗ്യമുള്ള ആളും. അപ്പോൾ എന്തുമാത്രം ഉപദ്രവിച്ച് കാണും, എന്തുമാത്രം ആ യുവതി സഹിച്ചു കാണും വേദന. ഇവിടെ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, സ്വന്തം കർമ്മഫലം ആ കുട്ടിക്ക് അത് വന്നേ തീരൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റാരെയും ഉപദ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. നമ്മുടെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവർ ഉപദ്രവിച്ചുകൊണ്ട് പോകരുത്. അതിൻ്റെയൊക്കെ പരിണിത ഫലം ഭയങ്കര കടുപ്പേറിയതായിരിക്കും. നിങ്ങൾ ചിന്തിക്കൂ.